ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യം. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. ഇത് ദൃഷ്ടാന്തത്തിനായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, പിറുപിറുക്കരുതെന്ന്. പിറുപിറുക്കുന്നത് പാപമാണ്. ചിലർ പിറുപിറുത്തത് മുഖാന്തരമായിട്ട് വേറൊന്നും കാരണത്താലല്ല, പിറുപിറുത്തത് മുഖാന്തരമായിട്ട് മരിച്ചുപോയെന്ന് നമുക്ക് കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അവർ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പിറുപിറുക്കുന്നതായിട്ട് കാണും. ഭക്ഷണത്തിന് വേണ്ടി പിറുപിറുത്തു, ഇറച്ചിക്ക് വേണ്ടി പിറുപിറുത്തു, കർത്താവ് കാടയിറച്ചി കൊടുത്തു. ഭക്ഷണത്തിന് വേണ്ടി പിറുത്തു, കർത്താവ് മന്ന കൊടുത്തു. മന്ന കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഭക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പിറുപിറുക്കുന്നു. അവർ മോശ കുറച്ച് ദിവസത്തേക്കും കർത്താവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അതിനുവേണ്ടി ലീഡറിനെ ഇല്ല എന്ന് പറഞ്ഞ് പിറുപിറുക്കുന്നു. അങ്ങനെ അവരുടെ എല്ലാ തുറകളിലും കർത്താവിന് അഗൻസ്റ്റായിട്ട് പിറുപിറുക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ പിറുക്കുന്ന മോശയ്ക്ക് അഗൻസ്റ്റാണ് കാണുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പിറുപിറുക്കുന്ന വലിയൊരു പാപമാണ്, അത് മരണത്തിന് തന്നെ കാരണമാണെന്ന് പറയുന്നതിന് കാരണം നമുക്ക് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ പിറുപിറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു. മോശ പിന്നെയും, യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്തെ മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകുമെന്ന അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും. യഹോവയുടെ നേരെ നിങ്ങൾ പിറുപിറുക്കുന്നത് അവൻ കേൾക്കുന്നു. ഞങ്ങൾ എന്തുള്ളൂ? നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല, യഹോവയുടെ നേരെയത്രേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പിറുപിറുക്കുകയാണ്. പിറുപിറുക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. പല പ്രാവശ്യം കർത്താവ് അത് പറയുന്നുണ്ട്. അങ്ങനെ പിറുപിറുത്ത് അവർ പിറുപിറുക്കുന്നവരായിട്ട് തീരും. കർത്താവ് അവർക്ക് വേണ്ടി എല്ലാം കൊടുത്തിട്ടും അവർ വീണ്ടും പിറുപിറുക്കുകയാണ്. അപ്പോൾ ദൈവം കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പിറുപിറുപ്പ് മോശയ്ക്ക് നേരെയല്ല, എനിക്ക് നേരെയാണ് നിങ്ങളുടെ പിറുപിറുപ്പ്. അപ്പോൾ നമ്മുടെ എല്ലാ പിറുപിറുപ്പും ദൈവത്തിന് നേരെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവത്തിൻ്റെ നേരെ പിറുപിറുക്കുവാൻ നമ്മൾക്ക് സാധിക്കുമോ സഹോദരിമാരെ? സാധിക്കത്തില്ല. ദൈവം ആരാണ്, നാം ആരാണ്? എന്നാൽ അവർ പിറുപിറുത്തു. അതിൻ്റെ ദോഷവും നമ്മൾ വായിച്ച ഭാഗത്ത് അവർ കൊല്ലപ്പെടുവാനായിട്ട്, കാടയിറച്ചി അവരുടെ വായിലിരിക്കുക ചെയ്ത് അവർ മരിച്ചു വീഴുവാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ പിറുപിറുക്കാത്തവരായിട്ടിരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാ പിറുപിറുപ്പും ദൈവത്തോടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്ദിയുള്ളവരായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ടിരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു കുഞ്ഞിൻ്റെ കഥയൊന്ന് നോക്കാം. ടിഷയും ഐഷയും ഒരു വീട്ടിലെ 2 സിസ്റ്റേഴ്സാണ്. ഒരു ദിവസം രാവിലെ ടിഷയ്ക്ക് മമ്മി ഒരു കേക്ക് പീസ് കൊടുത്തു. അപ്പോൾ ഐഷയ്ക്കും കൊടുത്തു. 2 പേർക്കും ഒരേ പീസ് കേക്ക് കൊടുത്തു. സാധാരണ ഐഷ എപ്പോഴും പിറുപിറുക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഉടനെ ഐഷ പറഞ്ഞു, ടിഷയ്ക്ക് കൊടുത്തതാണ് കൂടുതൽ വലുത്. അപ്പോൾ ടിഷ പറഞ്ഞു, എന്നാൽ സാരമില്ല, നീ എൻ്റെ പീസ് അങ്ങ് എടുത്തോന്ന് പറഞ്ഞു. അതവൾക്ക് വേണ്ട. അപ്പോൾ അവൾ വെറുതെ പിറുപിറുക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ അവൾ വീട്ടിലുള്ള എല്ലാ ചെറിയ കാര്യങ്ങൾക്കും പിറുപിറുക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ടിഷ എപ്പോഴും പറയും, നീ പിറുപിറുക്കാൻ പാടില്ല മോളെ എന്ന് പറയും. അനീത്തിയാണ്, ഐഷയാണ് അനീത്തി. അവളോട് പറയും. അവളെയാണ് എല്ലാവരും കൂടുതൽ സ്നേഹിക്കുന്നതൊക്കെ. എന്നാലും ഐഷയ്ക്ക് എപ്പോഴും പിറുപിറുപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. സ്കൂളിലും അവൾ ടീച്ചേഴ്സിൻ്റെ കുറ്റം, ടീച്ചേഴ്സിൻ്റെ നേരെ പിറുപിറുക്കുക, ഫ്രണ്ട്സിൻ്റെ നേരെ പിറുപിറുക്കുക. അങ്ങനെ സ്കൂള് നല്ല സ്കൂളല്ല എന്ന് പറഞ്ഞ് പിറുപിറുക്കുക. ഇങ്ങനെ ഐഷയുടെ സ്വഭാവം ഒരു പിറുപിറുപ്പായിട്ട് മാറി. എന്ത് വരുന്നു, ടിഷ ആ വർഷം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി, ഐഷ തോറ്റും പോയി. അപ്പോൾ അവൾക്ക് വളരെ സങ്കടമുണ്ടായി. അത് കഴിഞ്ഞിട്ട് തോൽമൽ റിസൾട്ട് അറിയുന്നതിന് ഒരാഴ്ച മുമ്പ് അവളുടെ സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞു കൊടുത്തു, മോളെ എല്ലാ പിറുപിറുപ്പും ദൈവത്തിൻ്റെ അഗൻസ്റ്റാണ്. അത് അവളുടെ ഹൃദയത്തിലൊന്ന് കൊണ്ടു. അവൾ വിചാരിച്ചു, ഇനി ഞാൻ പിറുപിറുക്കുകയില്ല എന്ന് തീരുമാനിച്ച് അവൾ വീട്ടിൽ വന്നപ്പോഴാണ്
വീട്ടിൽ ഞായറാഴ്ച വന്നു. അന്ന് പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ് ഈ റിസൾട്ട് വന്നത്. അപ്പോൾ ചേട്ടത്തിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, അവൾ തോറ്റുപോയി. അവൾക്ക് ഉടനെ സ്കൂളിനെ കുറ്റം പറയുവാനായിട്ട് അവൾ വായെടുക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വിചാരിച്ചു സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞതാണ്, എല്ലാ പിറുപിറുപ്പും ദൈവത്തിന് നേരെയാണ്, ദൈവത്തിന് കോപമുണ്ടാക്കുന്നതാണ്, അതുകൊണ്ടായിരിക്കും ഞാൻ തോറ്റുപോയത്, അതുകൊണ്ട് ഞാനിനി പിറുപിറുക്കുന്നില്ല എന്ന് അവൾ പറഞ്ഞു. അവൾ അതിന് ശേഷം പിറുപിറുക്കാത്തൊരു കുഞ്ഞായിട്ട് ട്രൈ ചെയ്തു. അങ്ങനെ അവളുടെ പിറുപിറുപ്പ് മാറി. അവൾ പഠിച്ചു, അധ്വാനിച്ചു. അവൾ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ പ്രേസ് ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്ത ഒരു വർഷം കഴിഞ്ഞു. അവളുടെ എല്ലാ കാര്യത്തിനും വ്യത്യാസം വന്നു. അവൾ പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്കോട് കൂടെ അവൾ പാസ്സാകാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവളും വീട്ടിലുള്ളവരും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതേ സഹോദരിമാരെ, നാം പിറുപിറുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ, ദൈവത്തിൽ വിശ്വാസമില്ലാതെ വരുന്നതുകൊണ്ടാണ് നമുക്ക് പിറുപിറുക്കുന്നത്. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസവും നമ്മുടെ പോകും. എന്നാൽ നമ്മൾ പിറുപിറുക്കാതിരിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവത്തെ നമസ്കരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ പിറുപിറുക്കാത്തവരായിട്ട് ദൈവത്തെ നന്ദി ഉള്ളവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.